എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് മഴ ദിവസമാണെന്ന് തോന്നുന്നത്. വെളുപ്പിനെ തുടങ്ങിയ മഴയാണ്. ഇപ്പോഴും മഴ നിന്നിട്ടില്ല. ചെറുതായിട്ട് ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ചാറ്റൽ മഴ പോലെ. അപ്പം ഞാൻ മുറ്റത്തോട്ട് ഇറങ്ങണോ വേണ്ടയോ എന്നിങ്ങനെ സംശയിച്ച് നിൽക്കണേന്ന്. എന്തായാലും ചായ കുടിച്ച് കഴിഞ്ഞിട്ടാവാന്ന് കരുതി അങ്ങനെ നിൽക്കുമ്പോഴേക്കും മീൻകാരൻ വന്നേ. ജോസ് ചേട്ടൻ്റെ ഹോൺ അടിക്കണ സ്വരം കേട്ടപ്പോൾ തന്നെ യോണ്ടാൻ അവിടെ നിന്ന് ചാടി ഓടി ഇറങ്ങി. കുറച്ച് മാമ്പഴം ഇരിക്കുന്നുണ്ട്, അപ്പോൾ അത് വെച്ച് പുളിശ്ശേരി ഉണ്ടാക്കാമെന്നാണ് കരുതിയത്. അപ്പോൾ അതിൻ്റെ ഒപ്പം കുറച്ച് മീൻ വറുത്തതും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കുമല്ലോ. കഴിഞ്ഞ ദിവസം ജോസ് ചേട്ടൻ നല്ല ചാള കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ വേറെ മീൻ വാങ്ങിയ കാരണം ചാള വാങ്ങിക്കാൻ പോയില്ല. നോമ്പൊക്കെ കഴിഞ്ഞ് ആദ്യമായിട്ട് മീൻ വാങ്ങിച്ചതല്ലേ എന്ന് ഓർത്തിട്ട് അന്ന് വാങ്ങിച്ചില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ചാളയാണ് വാങ്ങിക്കുന്നത്. 1 കിലോ 150 രൂപയായിട്ടാണ്. അപ്പോൾ യോണ്ടാനുള്ള പങ്ക് യോണ്ടാന് ജോസ് ചേട്ടൻ തന്നെ കൊടുക്കുകയും ചെയ്തിട്ടാ. അങ്ങനെ മീൻ വാങ്ങിച്ചൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പോഴേക്കും ഡാൻസിങ് ലേഡിക്ക് എന്നോട് എന്തോ ഒരു വിരോധമുള്ള പോലെ. എപ്പോഴും ഇങ്ങനെ പിശുക്കിയേ പൂവിടുള്ളൂ കേട്ടോ. പിന്നെ നോക്കിയപ്പോഴേക്കും മുല്ല ഉണ്ടല്ലോ, മുല്ല നമ്മൾ റീപ്ലാന്റ് ചെയ്തല്ലോ. എന്ത് രസമായിട്ടാണ് മുല്ലയിൽ നിറച്ച് മുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കുറേ പുതിയ എന്താ പറയുക കൂമ്പുകളും വന്നിട്ടുണ്ട്. അപ്പോൾ അത് വളരെ സന്തോഷം തോന്നിയൊരു കാഴ്ചയായിരുന്നേ. ഗാർഡനിങ് ഒരു പാഷനായിട്ട് കൊണ്ടു നടക്കുന്നവർക്ക് ഒരു ചെറിയ ഇല വന്നാലും ഒരു ചെറിയ മുട്ടുണ്ടായാലും വലിയ സന്തോഷമാണ് കേട്ടോ. മഴ പെയ്തപ്പോഴേക്കും കലേഡിയം പോലെയുള്ള കുഞ്ഞൻ പ്ലാന്റുകൾ എനിക്ക് ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പം എല്ലാം റീപോർട്ട് ചെയ്യേണ്ടതാണ്. എൻ്റെ പോട്ടിംഗ് മിക്സും മണ്ണൊക്കെ തീർന്നിരിക്കുന്ന കാരണം അത് വാങ്ങിച്ചിട്ട് വേണം. എന്നാൽ പിന്നെ അതൊന്നും ആവശ്യമില്ലാത്ത മിൽക്കി ബാമ്പൂവിനെ ഒന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യാമെന്ന് കരുതി. നല്ല നീളത്തിലൊരു കൊമ്പ് വന്നിട്ടുണ്ട്. വെള്ളത്തിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പോകുന്നത്. മണ്ണിൽ വെച്ചിട്ട് ഒരെണ്ണം ശരിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം വെള്ളത്തിൽ വെച്ചും കൂടി സാധാരണ ലക്കി ബാമ്പ് പോലെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് കരുതിയിട്ടാണ്. അപ്പം ഞാൻ 3 പീസാണ് ഇട്ട് എടുക്കുന്നത്. ഇപ്പോൾ വന്ന പുതിയ ഷൂട്ടിൽ നിന്ന് ഒരു 2 പീസ് കൊടുക്കുന്നുണ്ട്. കുറച്ച് പ്രായമായിട്ടുള്ള ഒരു തണ്ടും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം എല്ലാം കൂടി ഒരുമിച്ച് ഒരു കപ്പിൽ വെള്ളത്തിലിട്ട് വെക്കുകയാണ്. അതങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞ് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ സ്റ്റോൺ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അക്വേറിയത്തിൽ ഇടുന്ന സ്റ്റോണാണ് കുറച്ച് ഇടുന്നത്. അപ്പോൾ അത് നേരെ നിന്നോളുമല്ലോ, കാണാനൊരു ഭംഗി ഉണ്ടാവുമല്ലോ എന്ന് കരുതിയിട്ടാണ്. അത് തന്നെയല്ല, ഇതിങ്ങനെ മറിഞ്ഞ് കിടക്കുമ്പോഴേക്കും ഇത് ചിലപ്പോൾ ഗ്ലാസ്സിൽ നിന്ന് പുറത്തേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാനിത് വരാന്തയുടെ മൂലയ്ക്കാണ് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. പോട്ടിംഗ് മിക്സിൽ വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്തതാണ് കേട്ടോ അതിൻ്റെ അടുത്ത് കാണുന്ന ചട്ടിയിലിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ ഗാർഡൻ വിശേഷങ്ങളുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ.